ഗൂയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈ ഒരുങ്ങിക്കെട്ടി നമ്മൾ പോകുന്നത് ഉണ്ണി മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, നമ്മുടെ മാർക്കോടെ ടീം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് നമ്മുടെ DXB വിത്ത് കരാമ ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ വീക്കെൻഡായിട്ട് ഒരു പരിപാടിയില്ലല്ലോ, എന്നാൽ പിന്നെ ഉണ്ണി മുകുന്ദനെ കാണാൻ പോകാമെന്ന് വിചാരിച്ച് ചാടിത്തുള്ളി പോണതാണ് ഈ പോക്ക്. മാളികപ്പുറം കണ്ടപ്പോൾ തൊട്ട് ഉണർന്നതാണ് എനിക്ക് ഉണ്ണിയോടുള്ള ആരാധന. അതുപോലെ തന്നെ ശബരിമലയിൽ ഇപ്പോഴും ഉണ്ണി മുകുന്ദൻ അയ്യപ്പനാണെന്ന് വിചാരിക്കണ രണ്ടെണ്ണം എൻ്റെ കുടുംബത്തുണ്ട്. ഒരു നന്ദി, ഒരു വേദി. എൻ്റെ ചേട്ടൻ്റെ പിള്ളേരാ. എന്നെപ്പോലെ ഒടുക്കത്തെ ബുദ്ധിയാണ്. അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ കൊണ്ട് എന്നെ കെട്ടിപ്പിക്കണമെന്ന് വരെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദനെ കാണുമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തില്ല, അല്ലെങ്കിൽ കാണായിരുന്നു പൂരം. അതെ, ഒരു പൂരത്തിൻ്റെ ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദനും മാർക്കോലെ ഹീറോയിൻ ഉണ്ട്. അതുപോലെ ഡയറക്ടർ ഉണ്ടായിരുന്നില്ല, ഡയറക്ടറുടെ വൈഫായിരുന്നു. RJ വൈശാഖും RJ സമീറയായിരുന്നു ആങ്കേഴ്സ്. ഇതിൻ്റെ ഇടയിൽ പാട്ട് പാടാനായിട്ട് ഒരു ജെനി എന്ന് പറഞ്ഞൊരു കൊച്ചു കയറി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ് ആയിരുന്നു പുള്ളിക്കാരി പാടിയത്. കൂട്ടത്തിൽ ഞാനും നിന്ന് പാടി. പാട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റിൽ നിന്നിരുന്ന ഒരു 5-6 പേര് എനിക്ക് തിരിഞ്ഞാണ് കൈയടിച്ചത്. എന്നിട്ടൊരു ഡയലോഗും, തനിക്ക് സ്റ്റേജിൽ കയറി പാടിയ പോരായിരുന്നോടോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ആരായി? അപ്പോൾ ഓക്കെ.